അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് 2-3 ഷോർട്സ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായി. ആദ്യം വിചാരിച്ചു ഒരു കുക്കിംഗ് ചാനൽ പോലെ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്ലോഗും കാര്യങ്ങളായിട്ട് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ലോങ് ഒരു വീഡിയോ അല്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വ്ളോഗും കുറച്ച് കുക്കിങ്ങും അങ്ങനെയെല്ലാം മിക്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകാൻ പോകുന്നത്. pre-KG-യിലാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി സ്കൂളിലേക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബാഗാണ്. ഇതൊരു യൂണിക്കോൺ തീമിലുള്ള എൻ്റെ ഒരു ബാഗാണ്. ഇത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ബാഗ് തന്നെയാണ്. ഇവിടെ ഈ ഒരു ഓപ്പണിങ് ഇവിടെ, പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ സെൻറ്ററിൽ ഇവിടെ ഇത്ര ഓപ്പണിംഗ് ആണ് ഉള്ളത് ഇതിൽ. പിന്നെ ഇവിടെ ബോട്ടിൽ വെക്കാം, അങ്ങനെ അംബ്രല്ല ബോട്ടിലോ എന്തെങ്കിലും വെക്കാം ഇവിടെ. അപ്പം ഇതാണ് ബാഗ്. അത് മോൾക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു അംബ്രല്ലയാണ് എടുത്തേക്കുന്നത്. അതൊരു പർപ്പിൾ കളർ ആണ്. അപ്പം ഇത് ഈ ഒരു വർമേരിയൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് ലഞ്ച് ബോക്സ് ആണ്. അത് ഈ ഒരു പുറത്ത് ഇങ്ങനെയാണ്. സ്പൂൺ കൂടെ കിട്ടുന്നത് ഈ ഒരു മോഡലാണ്. ഇതിൽ സ്റ്റീലാണ്. സ്പൂൺ അടുത്തൊരു ടിഫിൻ ബോക്സ് ആണ്. ഈ ഒരു ചെറിയൊരു ടിഫിൻ ബോക്സ് ആണ് മേടിച്ചത്. ഈ ഒരു മോഡലാണ്. ഫ്രണ്ട് ഇതുപോലെ ഇതാണ്. അടുത്തത് ബോട്ടിലാണ്. ഈ ഒരു മോഡൽ ബോട്ടിലാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ടൈപ്പാണ്. ഇതൊരു പർപ്പിൾ കളർ തന്നെയാണ്. പർപ്പിൾ വൈറ്റ് കോമ്പിനേഷനിലാണ്. ഈ ഒരു കവറിംഗ് പേപ്പറാണ് മേടിച്ചേക്കുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം, ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇതാകുമ്പോൾ വെള്ളമൊക്കെ ചാടിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു മോഡലാണ് എടുത്തേക്കുന്നത്. ഒരു ടൈപ്പാണ് ഇത് നോക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഈ ഒരു മോഡൽ ഒരു പൗച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതാണ്. ഈ ഒരു ഒറ്റ ഇതേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് ഇത് മതി എന്ന് തോന്നി, അതുകൊണ്ട് ഇതാണ് മേടിച്ചത്. പിങ്ക് കളറിലാണ്. അത് ഈ ഒരു പെൻസിൽ സെറ്റാണ് മേടിച്ചിരിക്കുന്നത്. ഡോംസിൻ്റെ ആണ്. ഈ ഒരു പെൻസിൽ സെറ്റാണ് മേടിച്ചിരിക്കുന്നത്. ഇതിലൊരു എറേസർ, ഒരു ഷാർപ്നർ ഇതിൽ തന്നെ വരുന്നുണ്ട്. എറേസർ, ഒരു ഷാർപ്നർ, പിന്നെ 10 പെൻസിലാണ്. ഇതുപോലെ പേസ്റ്റൽ കളേഴ്സിലാണ്. 10 പെൻസിൽസ് ടോട്ടൽ ഇതിനകത്തുണ്ട്. അടുത്തായിട്ട് ഇതുപോലെ ഒരു ഷാർപ്നറും ഒരു എറേസറും. ഇത് രണ്ടും എറേസേഴ്സാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കുട്ടി ടൈമിന് ഇത്ര ആവശ്യമില്ല, എന്നാലും ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് എടുത്തു. പിന്നെ ഈ ഒരു സെറ്റ് ഞാൻ എടുത്തു. കാരണം ഇനിയിപ്പം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഇതിൽ തന്നെ എല്ലാം തന്നെ ഉണ്ട്. സ്റ്റാപ്ലെയർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാപ്ലെയർ പിന്നുണ്ട്. ഇത് സിസറാണ്. ഇത് ഇങ്ങനെ ഇതുപോലെ കാണിച്ചത് സിസറാണ്. പിന്നെ ഇത് സെല്ലോ ടേപ്പാണ്. അങ്ങനെ ഇത് സെറ്റായിട്ട് ഇതുപോലെ മേടിച്ച് 2 ഗ്ലൂ മേടിച്ചിട്ട് ഒരു ഗ്ലൂ സ്റ്റിക്കും പിന്നെ ഫെവിക്കോളും, ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്.
കാരണം വെച്ചാൽ മോൾക്ക് കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എപ്പോഴും തന്നെ ഒരു കളർ ബുക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. ഇങ്ങനെ കളർ അടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളൂ, എത്ര നേരം വേണമെങ്കിലും കളർ അടിച്ച് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു. കാരണം ഇപ്പോൾ സ്കൂളിലേക്കും കളേഴ്സ് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ സെറ്റ് എടുത്തു. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് മോൾ കാണാണ്ടിരിക്കുന്നത്. കണ്ടായാലും ഇത് ഫുൾ അപ്പം തന്നെ എടുക്കും. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് ഇത് ഞാൻ ജസ്റ്റ് വീട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചാണ്. ഇതിൽ തന്നെ ഇതിലൊരു ഇറേസർ വരുന്നുണ്ട്. പിന്നെ ഇതൊരു 14 ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ കുറേ സ്കെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് പെൻസിൽ കളർ വരുന്നുണ്ട്. പെൻസിൽസ് ഒരു 4-5 പെൻസിൽസ്. പിന്നെ വാട്ടർ കളർ ഉണ്ട്. പിന്നെ ഇതൊരു ഇറേസറാണ്. ഇതിൽ വരുന്നതാണ്. ഇതിൽ തന്നെ നമ്മുടെ പണ്ടത്തെ മറ്റേ ലെഡ് പെൻസിൽ അതുപോലെ ഇതാണ് എടുത്ത് ഇറേസറാണ്. ഇതിൽ തന്നെ വരുന്നതാണിത്. പിന്നെ ഇത് ഓയിൽ പേസ്റ്റൽസ് മതി. ഇങ്ങനെ ഒരു ഷെയ്ഡ്സ് ഇത്രയും ഇങ്ങനൊരു കളേഴ്സ്. പിന്നെ ഇതൊരു ഇറേസറാണ്. ഇത് വരുന്നതാണ്. ഇതിൽ തന്നെ ഒരു ഷാർപ്നർ വരുന്നുണ്ട്. സ്കെയിൽ വരുന്നുണ്ട്. സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് എല്ലാം സെറ്റായിട്ട് വരുന്നതാണ്. പിന്നെ ഇതിലൊരു ബുക്ക് വരുന്നുണ്ട്, ഒരു കളറിംഗ് ബുക്ക്. അപ്പോൾ അത് അവൾ എടുത്ത് കളറിങ് തുടങ്ങി. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, ഇതിനകത്ത് വെച്ചിട്ടില്ല. പിന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ കളേഴ്സാണ്. ഇതിൽ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നൈസാക്ക് വേണ്ടി മെയിനായിട്ട് മേടിച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി. പിന്നെ വന്നത് ഇത് ഈ ഒരു ലഞ്ച് ബോക്സ് ആണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ ഒരു 2-3 months മുമ്പ് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. കാരണം വെച്ചാൽ ഇത്രയും ഫുഡൊന്നും ഫുൾ കഴിക്കില്ല. അപ്പം ഞാനിത് കാണിച്ചു തരാൻ തേക്കണ്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത് സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ ഇതിൽ കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഇതിനെ. അത് ഇങ്ങനെ ഇതൊന്നും ആവശ്യമില്ല അവർക്ക്. എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ലഞ്ച് ബോക്സ് ആണ്. വേറെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് വെക്കാൻ പറ്റിയൊരു ബാഗ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഇത് ലഞ്ച് ബോക്സ് വെക്കാൻ പറ്റിയ ഒരു ബാഗ് ഞാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു കിറ്റ്. അപ്പോൾ ഇതിനകത്ത് ലഞ്ച് ബോക്സ് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചാടിയാലും അങ്ങനെ ഇതാവില്ലത്. ഈ ഒരു മോഡലാണ് ഇതിൻ്റെ അകത്ത്. വെള്ളം ചെറിയ ചാടിയാലും അങ്ങനെ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പെട്ടെന്ന് പോവില്ല എന്ന് തോന്നി. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതും ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ പുതിയ മേടിച്ചതാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഐസാക്ക് വേണ്ടി മേടിച്ചത്. ഇനി ഐറ്റംസ് മേടിക്കാനുണ്ട്. ഇനിയൊരു സാൻഡൽസ് മേടിക്കണം. അതുപോലെ തന്നെ കർച്ചീഫ്സ്, അതുപോലെ അങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ മേടിച്ചേക്കുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐസാക്ക് വേണ്ടി ഞാൻ മേടിച്ചിരിക്കുന്നത്. ഐസ എന്ന് പറയുന്നത് എൻ്റെ മോളാണ്. അവളുടെ പേര് ഐസ മറിയം എന്നാണ്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ മോൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പോയി കഴിഞ്ഞാൽ അറിയാൻ പോയില്ല എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് സ്കൂളിൽ പോകണം എന്നാ പോണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.